ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരു അടിപൊളി ഹെൽത്തി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയാലോ നമുക്ക്. ഇതൊരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കില്ല ഇടയ്ക്കിടെ. അത്രയും ഹെൽത്ത് ബെനിഫിറ്റും രസവും കുടിക്കാൻ നല്ല രസവുമുള്ള ഒരു ഡ്രിങ്കാണ് നമ്മൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റായി നമുക്ക് വേണ്ടത് നല്ല ഫ്രഷായ അടിപൊളി ക്യാരറ്റാണ്. നല്ല ക്യാരറ്റ് തന്നെ എടുക്കണം കേട്ടോ. നല്ല ഫ്രഷായത് നമുക്ക് നല്ല അടിപൊളി ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എൻ്റെ ചാനലൊക്കെ നിങ്ങൾക്കൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാരറ്റൊക്കെ കുളിച്ച് കുട്ടപ്പന്മാരായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ നടുക ഒരു വെട്ട് കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നൈസായിട്ട്, അത്ര വല്ല കനല്ലാതെ നൈസായി കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ക്യാരറ്റിനെ അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. തിളച്ച വെള്ളത്തിൽ കിടന്ന ഒരു മുങ്ങിയും പൊന്തിയോ അങ്ങനെ കുളിച്ച് സുന്ദരന്മാരായി അങ്ങനെ വെന്ത് വരട്ടെ. കുറച്ച് നേരം അങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം, നല്ലോണം വേവുന്നത് വരെ. നമുക്കൊന്നത് മൂടിക്കൊടുക്കും കൂടിയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കുന്നത് നമുക്കൊരു തമാശ രൂപത്തിൽ നമ്മളുടെ ജ്യൂസ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോഴും നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. എപ്പോഴൊക്കെ ഒരു തമാശ നമുക്ക് വേണ്ടേ. അപ്പോഴും ഞാൻ വീഡിയോക്ക് വോയിസ് കൊടുക്കുമ്പോഴാണ് എൻ്റെ മോൻ വന്നിട്ട് കലപിലേന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരമായി നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ട് വെന്തോ എന്ന് നോക്കാം. ക്യാരറ്റ് അപ്പോൾ ക്യാരറ്റ് അത്ര വെന്തിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്നും കൂടി തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കുകയാണ്. ക്യാരറ്റ് നല്ലോണം വേവണം കേട്ടോ, എന്നാലേ ഉള്ളൂ അത് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടുക. അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ കഷ്ണം മാതിരി കിടക്കുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ക്യാരറ്റിലുള്ള കുറച്ച് വെള്ളവും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ സത്തുള്ള വെള്ളമല്ലേ, അത് വെറുതെ പ്രോട്ടീനുള്ളത് കളയേണ്ട വിചാരിച്ചു. ഇത് തേനിൽ ഇട്ട് വെച്ച ഈത്തപ്പഴമാണ്. അപ്പോൾ അതിൽ നിന്നൊരു പിടി ഈത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാലാണ്, ഒരു 2 ഏലക്കായ. അത് ഓപ്ഷണലാണ്, വേണ്ടവരിട്ടാൽ മതി, വേണ്ടാത്തവരിടണ്ട. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ഒരു ഐസും കട്ട എടുത്തിട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ അരച്ച ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയുണ്ട് അരച്ചത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ബാക്കി ജാറിലുള്ളതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തു. ലേഗായോ എൻ്റെ വീഡിയോ, ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് നമ്മുടെ ചിയാ സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ചിയാ സീഡ് ഇട്ടിട്ട് നല്ല പോലെ നമുക്ക് ഇളക്കിയെടുക്കാം. അതിലേക്ക് ലേശം പഞ്ചസാരയും ഇടുക. അപ്പോൾ നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് ചിയാ സീഡ്, ഈത്തപ്പഴം, പഞ്ചസാര, പിന്നെ ക്യാരറ്റ്, ഇവയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വല്ല ഹോർലിക്സോ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എപ്പോൾ പരിപാടി അവതരിപ്പിച്ചാലും അതിങ്ങനെയൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ഒഴിച്ച ഗ്ലാസ്സിലേക്ക് വലിയൊരു കട്ട് ചിയാ സീഡ് വീണ കാരണം രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടി ഒഴിച്ചു തന്നതാണ് ഞാൻ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. നമ്മൾ സൂപ്പർ ജ്യൂസ്, നോമ്പിനൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹെൽത്തി ആയ ഒരു ജ്യൂസാണിത്. ക്യാരറ്റിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുക. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ സംസാരിച്ചതിലുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ കണ്ണടച്ചോളൂ കേട്ടോ. കണ്ടില്ല നടുവ് വെച്ചാൽ മതി. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അസ്സലാമു അലൈക്കും. ടാറ്റ, ബൈ ബൈ.